സമയം ഏതാണ്ട് വെളുപ്പിനെ 3 മണിയായി. എനിക്ക് ഒരുപാട് സന്തോഷമുള്ളതും അതുപോലെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ടു മുംബൈ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഇതായിരുന്നു ഞാൻ ഇട്ടിരുന്ന ഔട്ട്ഫിറ്റ്. കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റുഡിയോയിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. അവിടുന്ന് ബോർഡിംഗ് പാസ് എടുത്തു. പിന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഇതെങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ലാത്തതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒന്നുമില്ല, ഭയങ്കര സ്മൂത്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഗേറ്റ് തപ്പിയുള്ള നടത്താണത്. ഞാൻ പറഞ്ഞേ എല്ലാം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എല്ലാം തന്നെ ചെയ്യണമെന്ന് ഹസ്ബൻഡിന് ചേട്ടന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് എല്ലാം എന്നെ കൊണ്ട് ഒറ്റയ്ക്കാണ് ചെയ്യിപ്പിച്ചത്. ഞാനപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളത്തിൽ ഇങ്ങനെ തിരഞ്ഞൊക്കെ നടക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നേരെ ബോർഡിംഗ് ടൈമായി ആ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. എനിക്ക് ഫുൾ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഇതൊന്നും നേരത്തെ കണ്ടിട്ടില്ലാത്തത് കൊണ്ടും ഓരോന്ന് പുതിയതായിട്ട് കാണുന്നതിൻ്റെയും ഓരോന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെയും എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. കയറി ഇരുന്നൊന്ന് സെറ്റിലായപ്പോൾ തന്നെ ഇതിനി ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഉള്ള ടെൻഷനിലായിരുന്നു. അടുത്ത ടെൻഷനായിരുന്നു എനിക്ക്. എല്ലാവരും പറയും ഇത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പേടിക്കും എന്നൊക്കെ. പക്ഷേ ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും കൂളായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ഒരു ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചു, എല്ലാവർക്കും ഭയങ്കര ഫസ്റ്റ് ഫ്ലൈറ്റ് ആണോ എന്നൊരു ചോദ്യമായിരുന്നു. എന്നെ കണ്ട 2 എയർപോർട്ട് സ്വന്തമായിട്ടുണ്ടെന്നുള്ള ജാടയിലാണ് ഞാൻ നടക്കുന്നതെങ്കിലും സത്യാവസ്ഥ അതല്ല, ഇതാണ്. അപ്പോൾ ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ ഫുഡാണ്. അങ്ങനെ ഞങ്ങൾ 2 കോഫിയൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ച് വളരെ സമാധാനവും സന്തോഷപരവുമായിട്ട് ഞാനിരുന്ന് കാഴ്ചകൾ കണ്ടു. പിന്നെ സ്കൈ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അറൗണ്ട് ഒരു 2 hours മാത്രമേ നമുക്ക് ഫ്ലൈയിങ് ഉള്ളൂ. അപ്പം ആ ഒരു സമയത്ത് ഫുൾ കാഴ്ചകൾ കണ്ടു തീർക്കുക വേറെ ഒന്നും കാണാനില്ല, സ്കൈ തന്നെയാണ്. പക്ഷേ എന്നാലും കാണാൻ നല്ല ഭംഗിയായിരുന്നു. കാരണം നമ്മൾ പെയിൻറ്റിങ്സിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്കൈ ആയിരുന്നു. എനിക്ക് ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഒരു കാഴ്ചകളും മിസ് ചെയ്യാതെ ഞാൻ കണ്ണും തുറന്നിരുന്ന് കാണുമായിരുന്നില്ല. അങ്ങനെ നമ്മളൊരു 8:30 ഒക്കെ ആയപ്പോഴത്തേക്കും മുംബൈ എത്തി. ഞാൻ മുംബൈയിൽ വന്ന് എൻ്റെ കസിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. ആളുടെ ഹസ്ബൻഡ് IIT-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 3-4 ദിവസം കസിൻസൊക്കെ ആയിട്ടൊന്ന് ഒരുമിച്ച് നിൽക്കാം, ജസ്റ്റ് ഒരു ചെറിയ വെക്കേഷൻ പോലെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് ഒരു ഇതിലാണ് നമ്മൾ മുംബൈയിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ലഗേജൊക്കെ വന്നു. ഇതൊക്കെ ഞാൻ അവിടുന്ന് വലിച്ചു പൊക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് നിന്ന് വീഡിയോ എടുത്ത് കണ്ട് ആസ്വദിക്കുകയാണ് എൻ്റെ ചേട്ടൻ. അപ്പോൾ ഞാൻ അതിനെന്തൊക്കെ ഡയലോഗ് പറയുന്നുണ്ട് അതിനിടയിൽ. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. ഇതാണ് എൻ്റെ കസിൻ, ഇതാണ് എൻ്റെ ക്യൂട്ട് കസിൻ. അപ്പോൾ നമ്മളിനി 2-3 ദിവസം അവളുടെ അടുത്താണ്. ബാക്കി വിശേഷങ്ങളൊക്കെ വരും.